ഹലോ, ഇന്ന് ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു. ഇങ്ങനെ ഗേൾസ് ആണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ഓൺ ആകും എന്ന് കേട്ടു. അപ്പം അതിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കൊന്ന് സംസാരിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ എന്ന് ഓർത്തു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഈ റിലേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ മെൻ്റലി ആൻഡ് ഇമോഷണലി മൂവ് ഓൺ ആകും. അത് പെട്ടെന്നല്ല ആ ഒരു പ്രോസസ്സിലേക്ക് അവർ വരുന്നത്. കാരണം അവരെങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാൻ വേണ്ടി അവർ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ശ്രമിക്കും അവർ. എന്നിട്ടും നടക്കാതെ വരുമ്പോഴാണ് അവർക്ക് ലാസ്റ്റ് ഒരു മടുപ്പ് തോന്നിക്കും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറിന് വേറൊരു റിലേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറൊരു ആളോട് ഇൻട്രസ്റ്റ് ഏതെങ്കിലും പെൺകുട്ടികളോട് ഇൻട്രസ്റ്റ് കാണിക്കുക, അത് ആ ഒരു ഇൻട്രസ്റ്റ് പിയർ ഗ്രൂപ്പ്സ് അവർ സംസാരിക്കുക, അവർ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആ ഇൻട്രസ്റ്റ് കാണുമ്പം ഏത് വൈഫിനായാലും അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വൈഫിനൊരു ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് കെയറിങ് അവർക്ക് കൺസിഡർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ, അവർക്കൊരു വാല്യൂ കൊടുക്കത്തില്ല, അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കത്തില്ല. അവർ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി ആയാലും എല്ലാം കൊണ്ട് അവർ യൂസ് ചെയ്യുന്ന. അപ്പം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവർ ശരിക്കും ഫാമിലി അല്ലേ പോട്ടെ എന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ആ ഒരു സമയത്തായാലും ഇപ്പം മനസ്സിലേക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യമാണ് കയറുന്നത് മനസ്സിലേക്ക്. ലാസ്റ്റ് ഒരു വെറുപ്പിലേക്ക് അങ്ങ് മാറും ശരിക്കും പറഞ്ഞാൽ. ആദ്യമൊക്കെ അവർ ഫാമിലിയല്ലേ എങ്ങനെയും പോട്ടെ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ അവർ പയ്യെ തിങ്ക് ചെയ്യും, എന്തിനു വേണ്ടി, എന്തിൻ്റെ ആവശ്യം എനിക്കിങ്ങനെ കടന്ന് ജീവിക്കേണ്ടത്, അതിൻ്റെയൊക്കെ ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നവർ സ്വയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ മെൻ്റലി ആൻഡ് ഇമോഷണലി അവർ മൂവ് ഓൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫിസിക്കലി ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈവൻ ആ പാർട്ട്ണറിൻ്റെ പ്രസൻസ് വരെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പാർട്ട്ണറിൻ്റെ എന്തെങ്കിലും സാധനം, ഡ്രസ്സോ എന്തെങ്കിലും സാധനം തൊടാൻ വരെ അറപ്പും വെറുപ്പും ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് വരും അവർ. അപ്പം കാരണം ഇതൊരു പെട്ടെന്നുള്ളൊരു പ്രോസസ്സല്ല ഈ ഒരു ടൈമിലേക്ക്. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ്